മാസപ്പടി കേസിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീളുമ്പോൾ CPM എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഹവാല ഇടപാടിൽ ഉൾപ്പെടെ അന്വേഷണം മുറുകുമ്പോൾ പാർട്ടിയുടെ പങ്ക് കൂടിയാണ് പുറത്തുവരുന്നത്. ശ്യാമപ്രസാദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ശ്യാം, ഇപ്പോൾ ഈ വീണ വിജയനിലേക്കും പിണറായിയിലേക്കും മുഹമ്മദ് റിയാസിലേക്കും മാത്രമല്ല പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനകത്തേക്ക് കൂടി അന്വേഷണം എത്തുകയാണല്ലോ. അപ്പോൾ എത്രത്തോളം വലിയ പ്രതിരോധത്തിലാണ് CPM? ഗൗതമ CMR ലെക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വീണ വിജയന്റെ പങ്ക് കൂടുതൽ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയതോടുകൂടി തന്നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPM വലിഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്കറിയാൻ കഴിയും, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വീണ വിജയനെതിരെ മാത്രമായിരുന്നു അന്വേഷണമെന്ന് പറഞ്ഞു വന്നിരുന്ന CPM ഇപ്പോൾ നിലവിൽ വീണ അല്ലെങ്കിൽ ഒരു ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കണ്ടെത്തുമ്പോൾ തന്നെ പ്രധാനമായും വലിയുന്നത് CPM ആണ്. ഈ കാര്യത്തിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തന്നെ സ്വകാര്യ വീട്ടിൽ, അതായത് വാടക വീട്ടിൽ പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാനായി എത്തിയപ്പോഴേക്കും CPM ഉയർത്തിയ വാദങ്ങളെല്ലാം തന്നെ ആ വാദങ്ങളുടെ എല്ലാം തന്നെ മുനയൊടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ തെളിവുകളെന്നും നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കടുത്ത പ്രതിരോധത്തിലേക്ക് CPM വലിഞ്ഞിരിക്കുകയാണ് നിലവിലുള്ളത്. എന്തായാലും 85 ലക്ഷത്തിൻ്റെ ഇടപാടുകൾ പുറത്തേക്കും, അതായത് ദുബായിലടക്കം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള തെളിവുകൾ കൂടി വരുമ്പോൾ ഇത് ആരിലേക്ക്, ഇത് എങ്ങനെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും പാർട്ടി സംവിധാനം ഇതിൽ ഉൾപ്പെടുമോ എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി സംശയനിഴലിലാകുകയും ചെയ്യുന്നത്. അതായത് പാർട്ടിയുടെ പുറത്തെ കേന്ദ്രങ്ങളിലേക്ക് അടക്കമുള്ള നേതാക്കളിലേക്ക് ഇത് പോയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 20 കോടിയുടെ കണക്കെഴുത്തുകൾ പ്രധാനമായും ഡയറി കുറിപ്പിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ പണം, അതായത് വീണ വിജയന് 3 കോടി രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് പറയുമ്പോൾ ഈ 20 കോടി എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ള കണക്കുകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണക്കുകളിലെ പ്രധാനമായും പുറത്തേക്ക് തന്നെ, വിദേശത്തേക്ക്, ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോയി എന്ന് തന്നെയാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള തെളിവുകളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയുകയും ചെയ്യേണ്ടത്. എന്തായാലും നമുക്കറിയാം, അടുത്തിടെ നടന്ന പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവിന് ശേഷം വാടക വീട്ടിലേക്ക് താമസം മാറിയ പിണറായി വിജയന്റെ വീട്ടിൽ അന്ന് വീണയെ ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴുള്ള സംഭവങ്ങളെല്ലാം, ആ സംഭവത്തിലെല്ലാം തന്നെ CPM നേതാക്കൾ അവിടെ എത്തി ഇത്തരത്തിൽ വാഗ്വാദങ്ങളും ഒപ്പം തന്നെ അവകാശവാദങ്ങളെല്ലാം തന്നെ മുഴക്കിയിരുന്നത് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വേട്ടയാടുന്ന തരത്തിലേക്കാണ് ED പോകുന്നതെന്നായിരുന്നു അന്നത്തെ വാദങ്ങൾ. എന്നാൽ ഇപ്പോൾ ഈ തെളിവുകൾ ഒന്നൊന്നായി വീണയ്ക്കും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനും ഒപ്പം തന്നെ മുൻ മന്ത്രി കൂടിയായ വീണയുടെ ഭർത്താവ് കൂടിയായ മുഹമ്മദ് റിയാസിലേക്കും എത്തുമ്പോഴേക്കും കൂടുതൽ പ്രതിരോധത്തിലും പരിങ്ങലിലുമാകുകയാണ് CPM നേതൃത്വം. ഗൗതം.